ഹലോ, ഇന്നത്തെ വീഡിയോ 2024 ഇയർലി പ്ലാനറാണ്. കഴിഞ്ഞ വർഷവും നമ്മൾ ഇതുപോലെ തന്നെ ഡോട്ടഡ് നോട്ട്ബുക്ക് ഉപയോഗിച്ചിട്ട് ഇയർലി പ്ലാനർ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ രീതിയിലാണ് ഇത്തവണയും ചെയ്തിട്ടുള്ളത്. ഇനി ഡോട്ടഡ് നോട്ട്ബുക്ക് ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. സാധാരണ ഒരു നോട്ട്ബുക്കിൽ ഇതേ രീതിയിൽ നിങ്ങൾക്ക് പ്ലാനർ റെഡിയാക്കി എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പേജ് ഡിസൈൻ ചെയ്യാം. അതുപോലെ തന്നെ കളർ കോമ്പിനേഷൻസ് ആയാലും ഇഷ്ടമുള്ള രീതിയിലൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളത് തന്നെയാണ് നമ്മൾ തനിയെ പ്ലാനർ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉള്ള ഏറ്റവും വലിയ ഗുണം. ഈ വർഷത്തെ പ്ലാനറും ഒരു ഫ്ലോറൽ ഡിസൈനിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ബ്രഷ് പെൻസ് യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നീട് ബ്ലാക്ക് പെന്നും അതുപോലെ തന്നെ കുറച്ച് ബ്രൗൺ കളറുള്ള പേപ്പറും ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പ്ലാനർ ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത് വേർഡ്സ് ടു ഫോക്കസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പേജാണ്. നമ്മുടെ ലൈഫിൻ്റെ പല മേഖലകളിലും നമ്മൾ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ 2 വേർഡ്സ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത്തരം വേർഡ്സാണ് ഇവിടെ എഴുതി വെക്കേണ്ടത്. ഇങ്ങനെ 2 വേർഡ്സ് എഴുതി വെക്കണം എന്നില്ല, ഒരൊറ്റ വേർഡ് എഴുതി വെച്ചിരുന്നാലും മതി. ഇവിടെ വേർഡ്സ് ടു ഫോക്കസ് എന്ന് എഴുതിയിരിക്കുന്നത് ഒരു ബ്രൗൺ കളർ പേപ്പറിലാണ്. അതിങ്ങനെ കട്ട് ചെയ്ത് ഈ പേജിലേക്ക് ഒട്ടിച്ചിരിക്കുകയാണ്. ഇനി ബാലൻസ് ആൻഡ് പീസ് എന്ന് പറയുന്ന 2 വാക്കുകളാണ് ഈ വർഷം ഞാൻ ഫോക്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വർക്ക് ലൈഫ് ബാലൻസും അതുപോലെ തന്നെ ഒരു പീസ് ഓഫ് മൈൻഡും ആണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പേജിലാണ് ശരിക്കും പറഞ്ഞാൽ 2024 ഒരു ഫ്രണ്ട് പേജ് പോലെ ഡിസൈൻ ചെയ്തിട്ട് 2024 എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. ഇവിടെ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഫ്ലോറൽ ഡിസൈൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പേസ്റ്റൽ ഷെയ്ഡ്സിലുള്ള കളേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ പിങ്കും അതുപോലെ തന്നെ പേസ്റ്റൽ ബ്രൗണിഷ് ഷെയ്ഡും പിന്നെ ഗ്രീനും ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. സാധാരണ ചെയ്യാറുള്ളത് പോലെ തന്നെ ജെൽ പെൻ കൊണ്ട് ഔട്ട്ലൈൻ കൊടുത്തിട്ടാണ് ഇത് റെഡിയാക്കിയിട്ടുള്ളത്. പിന്നെ 2024 എന്ന് എഴുതിയിരിക്കുന്നത് മുന്നേ പറഞ്ഞതുപോലെ തന്നെ ബ്രൗൺ കളർ പേപ്പറിലാണ്. അതും പേന കൊണ്ട് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഒരു ബട്ടർഫ്ലൈനെ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ബട്ടർഫ്ലൈൻ്റെ കാലിൽ നിന്ന് ഇതുപോലെ തന്നെ ഒരു ടാഗ് തൂങ്ങിക്കിടക്കുന്നത് പോലെയാണ് ആ ഒരു പേജിൽ 2024 എന്ന് എഴുതാനായിട്ട് ആ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പേജിലുള്ളത്. അപ്പോൾ ഈ ഫ്രണ്ട് പേജ് സിമ്പിളായിട്ടുള്ള വേറെ എന്ത് ഡിസൈൻ വെച്ച് ചെയ്തിരുന്നാലും ഭംഗിയുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ബ്രൗൺ പേപ്പർ യൂസ് ചെയ്യുമ്പോഴും ഒരു എലഗൻ്റ് ആയിട്ടുള്ള ലുക്ക് ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഈ ഒരു ഫ്രണ്ട് പേജിൽ. ഇനി അടുത്തൊരു പേജിലേക്ക് വരുമ്പോൾ ഇയർ അറ്റ് എ ഗ്ലാൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്യൂച്ചർ ലോഗ് പോലെ കൊടുത്തിരിക്കുകയാണ്. അതായത് ഈ 12 മന്ത്സിൻ്റെ ഒരു കലണ്ടറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ജാനുവരി, ഫെബ്രുവരി, മാർച്ച് എന്ന് പറഞ്ഞിട്ട് ഡിസംബർ വരെ 12 മന്ത്സും കൊടുത്തിട്ടുണ്ട്. അതും ബ്രൗൺ കളർ പേപ്പർ കട്ട് ചെയ്ത് ഒട്ടിച്ചിരിക്കുകയാണ്. അതിലാണ് ഈ കലണ്ടർ എഴുതിയിരിക്കുന്നത്. സൈഡിലായിട്ട് ഫ്ലോറൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപയോഗിച്ചിരിക്കുന്നത് ബ്ലാക്ക് പെൻ മാത്രമാണ്. ഇതാണ് ഈ ഒരു പേജിൻ്റെ തീം. എനിക്ക് തോന്നുന്നുണ്ട് ഈ ഒരു ബ്രൗൺ കളർ പേപ്പർ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു പേജിന് തന്നെ ഒരു പ്രത്യേക ഭംഗി വന്നതായിട്ട്. ഇത് അങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പേപ്പറൊന്നും അല്ല, കടയിൽ നിന്നും എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന പേപ്പറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഈ ഒരു പേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിലേക്ക് വരുമ്പോൾ ഗോൾസ് എഴുതാനുള്ളൊരു പേജാണ്. ഇവിടെ ഞാൻ സാധാരണയായിട്ട് ഗോൾസ് 4 തന്നെയാണ് ഡിവൈഡ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെയാണ് ഇത്തവണയും ഗോൾസ് എഴുതാനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നത്. പേഴ്സണൽ, ഫാമിലി, കരിയർ, ഫൈനാൻഷ്യൽ എന്ന് പറഞ്ഞിട്ട് 4 ഗോൾസാണ് എഴുതാനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ 4 കാറ്റഗറിയിലും പെട്ട ഗോൾസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്ത് വയ്ക്കാനുള്ളൊരു സ്പേസാണ് അവിടെ ഉള്ളത്. ഈ ഗോൾസ് എന്ന് എഴുതിയിരിക്കുന്നതും ബ്രൗൺ പേപ്പറിലാണ്. തൊട്ടടുത്തായിട്ട് നമ്മൾ ഫസ്റ്റ് പേജിൽ കൊടുത്തിരിക്കുന്ന അതേ ഫ്ലവറിൻ്റെ തന്നെ കണ്ടിന്യൂവേഷൻ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഫ്ലവർ കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് വീണ്ടും ഒരു ബ്രൗൺ പേപ്പർ ഒരു ഡിസൈൻ കൊടുത്തുകൊണ്ട് കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. അതും ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി കൊടുത്താണ്. വേണമെങ്കിൽ നമുക്കവിടെ നോട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നി. എന്നാലും പേജിനെ ഒന്ന് ബിസി ആക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതാണ് ആ ഒരു കട്ടിങ്. ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ. അടുത്തൊരു പേജിലേക്ക് വരുമ്പോൾ വിഷ് ലിസ്റ്റ് എഴുതാനുള്ളൊരു സ്പേസാണ്. ഈ വർഷം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന, പേഴ്സണൽ ആവാം അല്ലാത്തതാവാം, എന്ത് തന്നെ ആയിരുന്നാലും നമ്മൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളിലും പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്ത് വെക്കാനുള്ളൊരു പേജാണ് ഇവിടെ വിഷ് ലിസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ വിഷ് ലിസ്റ്റ് എഴുതി വയ്ക്കുന്നതിനോടൊപ്പം സൈഡിലായിട്ട് തന്നെ അടുത്ത പേജിൽ ബുക്സ് ടു റീഡ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ തന്നെ വിഷ് ലിസ്റ്റ് എഴുതിയതുപോലെ തന്നെയാണ് ബുക്സ് ടു റീഡും കൊടുത്തിരിക്കുന്നത്. രണ്ടും 2 സൈഡ്സിലായിട്ട് കൊടുത്തിട്ട് നടുക്ക് ആ ഫ്ലോറൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബുക്സ് ടു റീഡ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നതും വിഷ് ലിസ്റ്റ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നതും ബ്രൗൺ കളർ പേപ്പറിലാണ്. ബുക്സ് ടു റീഡിലും ഈ വർഷം വായിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പുസ്തകങ്ങൾ എഴുതി വയ്ക്കാനുള്ളൊരു സ്പേസ് ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത പേജിലേക്ക് വരുമ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ബുള്ളറ്റ് ജേർണലിങ്ങിൻ്റെ ലാസ്റ്റ് പേജ് എന്ന് പറയുന്നത്. ഐ എം താങ്ക്ഫുൾ ഫോർ ദീസ് മെമ്മറീസ് എന്ന് പറഞ്ഞിട്ട് ഈ വർഷം നമുക്ക് ഉണ്ടാകുന്ന ബെസ്റ്റ് മെമ്മറീസ് എല്ലാം പിക്ചേഴ്സായിട്ട് ഒട്ടിച്ചു വെക്കണം എന്നാണ് ഇവിടെ വിചാരിക്കുന്നത്.
ഇവിടെയും ഒരു ഫ്ലോറൽ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. മെമ്മറീസ് എന്ന് പറയുന്നത് ഹൈലൈറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ബ്രൗൺ കളർ പേപ്പർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വർഷം ഞാൻ വ്യത്യാസമായിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം ഇത് തന്നെയായിരിക്കും. കാരണം കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ഇതുപോലെ ഒരു പേജ് കൊടുത്തപ്പോൾ ഇങ്ങനെ ഒരു രീതിയിലായിരുന്നില്ല അത് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആറ്റിറ്റ്യൂഡ് ലിസ്റ്റ് എഴുതാനുള്ളൊരു സ്പേസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇങ്ങനെ എഴുതി വെക്കുന്നതിനേക്കാളും ആ ഒരു ഫേവറേറ്റ് മെമ്മറീസ്, ശരിക്കും പറഞ്ഞാൽ ഇത് ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് തന്നെയാണ്. ആ ഒരു ലിസ്റ്റ് നമ്മൾ കാര്യങ്ങളായിട്ട് പോയിൻ്റ് ആയിട്ട് എഴുതുന്നതിന് പകരം പല പല മെമ്മറീസ് ആയിട്ട് അല്ലെങ്കിൽ ചില വാക്കുകളായിട്ട് ഒറ്റ വാക്കുകളൊക്കെ ആയിട്ട് എഴുതി വെക്കാനോ അല്ലെങ്കിൽ ഒട്ടിച്ചു വെക്കാനോ ഒക്കെ ഉള്ളൊരു ഏരിയ ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. മാത്രമല്ല ഇത് കാണുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു പേജ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതും സാധാരണ നമ്മുടെ ഈ ഒരു തീമിനോട് മാച്ച് ആവുന്ന രീതിയിൽ തന്നെയാണ് ഈ പേജ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും മാത്രമേ ഈ ഒരു ബുള്ളറ്റ് ജേർണലിങ്ങിൽ ഇയർലി പ്ലാനറിൻ്റെ ഒപ്പം ഞാൻ കൊടുക്കുന്നുള്ളൂ. ഓരോ മന്ത് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നില്ല. കാരണം നമ്മൾ മന്ത്ലി പ്ലാനർ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഗോൾസും ഓരോ മന്തിലെ ഗോൾസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എഴുതാം. പ്ലാൻ ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സാധാരണ നോട്ട്ബുക്ക് ഉപയോഗിച്ചിട്ടായാലും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.